അറിയുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപ്രതീക്ഷിത മാറ്റം. വടകരയിൽ കെ മുരളീധരന് പകരം ഷാഫി പറമ്പിൽ ജനവിധി തേടും. തൃശൂരിൽ ടി.എൻ. പ്രതാപന് പകരം കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവും. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത വർണ്ണക്കുടമാറ്റമാണ് വടകരയും തൃശൂരുമായി നടന്നിരിക്കുന്നത്. വടകരയിൽ സിറ്റിംഗ് എം.പി. കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ച പകരം പാലക്കാട് എം.എൽ.എ. ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. കഴിഞ്ഞ ദിവസം നടന്ന മാരത്തോൺ ചർച്ചയിലാണ് കോൺഗ്രസ് നേതൃത്വം ഈ തീരുമാനത്തിലേക്കെത്തിയത്. എന്നാൽ മണ്ഡലമാറ്റത്തിൽ കെ മുരളീധരൻ പൂർണ്ണ തൃപ്തനല്ലെന്നാണ് സൂചന. ഹൈക്കമാൻഡ് മുരളീധരനുമായി അനുനയ ശ്രമങ്ങൾ നടത്തിയതിന് പിന്നാലെ പാർട്ടി പറയുന്ന എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്ന പ്രതികരണവുമായി കെ മുരളീധരൻ രംഗത്തെത്തി. പാർട്ടി തീരുമാനിച്ചിട്ട് അറിയിക്കും. ഉച്ചയ്ക്ക് അനൗൺസ്മെന്റ് വരും, അതിനുശേഷം കാണാം. അല്ലാതെ പ്രതിഷേധം കൊണ്ടൊന്നും കാണാതിരിക്കുന്നതല്ല. എന്തായാലും സ്ഥാനാർത്ഥി പുതിയ ആൾ വരുമ്പോൾ കൺവെൻഷൻ മാറ്റൊന്നും ഉണ്ടാവില്ല, കൺവെൻഷൻ നടക്കും. കെ മുരളീധരന്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJP പാളയത്തിലേക്ക് ചേക്കേറിയതോടെയാണ് കോൺഗ്രസ് അപ്രതീക്ഷിത നീക്കത്തിലേക്ക് കടന്നത്. ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി കേരളത്തിലെ നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് പുതിയ തീരുമാനം ഉരുത്തിരിഞ്ഞത്. അതേസമയം വടകരയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലും നീരസത്തിലാണെന്നാണ് വിവരം. അടുത്ത നേതാക്കളുമായി ഷാഫി ഇത് പങ്കുവച്ചതായും സൂചനയുണ്ട്. എന്നാൽ പാർട്ടി പറയുന്ന എവിടെയും മത്സരിക്കാൻ തയ്യാറാണെന്നാണ് ഷാഫി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തൃശൂരിൽ കെ മുരളീധരന് വേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. സിറ്റിംഗ് എം.പി.